മഴയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഇനിയിപ്പോൾ കൂട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല. എന്താ വെച്ചാൽ മഴ നിൽക്കാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വേഗം മീനൊക്കെ പിടിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട. ഇന്നും പിടിക്കാൻ വേണ്ടിയിട്ട് നേരം വെളുത്തം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അനുശേട്ടൻ്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോന്നേക്കാണ്. അപ്പോൾ അനുശേട്ടൻ്റെ കൂടെ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ടോർച്ചും അടിച്ചു കൊടുക്കാനും വെട്ടം അടിച്ചു കൊടുക്കാനൊക്കെ വന്നതിന് പിന്നിൽ ഉദ്ദേശമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അനുശേട്ടൻ ഓരോ തൂക്കമൊക്കെ പിടിച്ച് മാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അനുശേട്ടൻ്റെ കൂടെ വെളുപ്പാൻ കാലത്ത് തന്നെ ഞാനിങ്ങനെ വഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ കിട്ടുന്ന കരിമീനുകളൊക്കെ അത് നമുക്കുള്ളതാണ്. അപ്പം നമുക്കത് വെട്ടി വറുത്ത് ഫുള്ളായിട്ട് തിന്നാൻ പറ്റും. അപ്പോൾ ഫ്രഷായിട്ട് ഇങ്ങനെ മീൻ കിട്ടണതിൻ്റെ പേരിലാണ് ഞാൻ ഈ നട്ടപ്പാതിരാക്ക് ആൾ വിളിക്കുമ്പോൾ തന്നെ ഓടി അയാളുടെ കൂടെയൊക്കെ പോഞ്ഞത്. അപ്പോൾ ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക്. ഞാനവിടെ ഒരു പച്ചക്കറിക്കൽ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ചെകളെ കൂടി കുത്തി ചുണ്ടിൻ്റെ കൂടിയൊക്കെ എടുത്ത് ഞാൻ അതേ തൂക്കി നമ്മുടെ തെങ്ങുമ്പോൾ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പോണ നേരാകുമ്പോഴേക്ക് എടുക്കണം. ഇനിയും നമ്മൾക്ക് കരിമീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണം. അപ്പോൾ അനുചേട്ടൻ അവിടെ മീൻ ഇങ്ങനെ കോരി വെയിറ്റ് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ട കരിമീൻ. കരിമീൻ കൊളുത്തിയെടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ വേണ്ടി കാണിച്ചു തരാം. ചെകളുടെ ഈ ഒരു ഭാഗത്ത് പച്ചക്കറിക്കൽ കുത്തി കഴിഞ്ഞ് ഇറക്കി കഴിയുമ്പോഴേക്കും ചെയ്യണത് ഇത്തിരി ക്രൂരതയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുണ്ടിൻ്റെ ഈ ഭാഗത്തേക്ക് കൂടി ഈർക്കലിൻ്റെ അറ്റം വരും. അപ്പോൾ കോർത്ത് ഇങ്ങനെ എടുക്കുക, നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ മീനൊക്കെ പിടിക്കാൻ ഇപ്പോൾ പുഴത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചുണ്ടിൽ കോർത്തിട്ട് നമുക്ക് വീട്ടിലോട്ടപ്പോൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ 2 മീനായിട്ട് ഇന്നിപ്പോൾ അടിപൊളിയായിട്ട് മസാലയൊക്കെ പുരട്ടി വറുത്ത് പൊരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓഫീസിലോട്ട് 2 കരിമീനായി. അനുശേട്ടൻ്റെ കോലം നോക്കിയ പാവം. അപ്പോൾ ഈ 2 കരിമീൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ.